അസ്സലാമലൈക്കും. വലൈക്കുമുസ്സലാം. എന്താ മജീദേ, കണ്ടിട്ട് കാലം കുറെ ആയല്ലോ. ഏത് വൈക്കായിരുന്നു? മാഷാ അല്ലാ, ഞാൻ 40 ദിവസം ജമാഅത്തിലായിരുന്നു ബാംഗ്ലൂരിലെ. അല്ല മോനെ, ഇവിടെ തന്നെ എത്ര മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഉണ്ട് ഇസ്ലാമിനെ ശരിക്കും മനസ്സിലാക്കാത്തവര്. അവരോടൊക്കെ പ്രബോധനം ചെയ്തിട്ട് പോരെ ബാംഗ്ലൂരും മൈസൂരും ഒക്കെ. ആ, അതൊക്കെ പോട്ടെ. എന്താപ്പ ഈ നേരത്ത്? നിസ്കാരത്തിന് സമയായിട്ടില്ലല്ലോ. അതെ, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാണ്ടായിരുന്നു. ആ പറയ്, എന്താ കാര്യം? എന്റെ ഭാര്യ ഞാൻ പറയണതൊന്നും അനുസരിക്കണില്ല. എന്റെ വാക്ക് വകവെക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുക, അതും ഔറത്ത് മറക്കാതെ. അതുകൊണ്ട് ഞാൻ അവളെ 3 മൊഴിയും ചൊല്ലി ഒഴിവാക്കുക. അതിന് വേണ്ടതൊക്കെ ഉസ്താദ് ചെയ്തു തരണം. മൊഴി ചെല്ലാൻ ഇപ്പറഞ്ഞതൊക്കെ ഒരു കാരണാണോ മജീദേ? മാഷാ അല്ലാ, ഭർത്താവ് പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, ഭർത്താവിനോട് ഉച്ചത്തിൽ അട്ടഹസിക്കുന്നു, ഭർത്താവിന്റെ വാക്ക് വകവെക്കാതെ വീട് വിട്ടിറങ്ങി പോകുന്നു. ഇതൊന്നും ഒരു കാരണങ്ങളല്ലേ ഉസ്താദേ? ഇതൊക്കെ ഒരു കാരണമായി അംഗീകരിച്ചാൽ തന്നെ തലാക്ക് എന്നത് ഒറ്റ ശ്വാസത്തിൽ ചെല്ലാൻ പറ്റിയൊരു കാര്യമല്ല. അത് 3 ഘട്ടങ്ങളിലായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ല, അപ്പൊ ഭാര്യ പൊറുപ്പിക്കാൻ പറ്റാത്ത വല്ല തെറ്റും ചെയ്താലോ? എന്ത് ചെയ്താലും 3 ഘട്ടങ്ങളിലായേ തലാക്ക് ചെല്ലാൻ പാടുള്ളൂ. 1-ാം വട്ടം മൊഴി ചൊല്ലിയാല് 3 ശുദ്ധികാലം കഴിഞ്ഞിട്ടേ 2-ാം വട്ടം മൊഴി ചൊല്ലാൻ പാടുള്ളൂ. എന്നിട്ടും നേരെയാവുന്നില്ലെങ്കിൽ ഭാര്യയുടെയും ഭർത്താവിന്റെയും ബന്ധുക്കളിൽ നിന്ന് ഉത്തരവാദപ്പെട്ടവരെ ക്ഷണിച്ചു വരുത്തി 2 പേരെയും അനുരഞ്ജനത്തിന് പ്രേരിപ്പിക്കുക. ഇതിനിടയില് ഭാര്യയുമായി ബന്ധപ്പെട്ടാല് മൊഴി ചൊല്ലിയതും പോയി. മാഷാ അല്ലാ, അപ്പൊ ചാലപ്പുറത്ത് അബ്ദുള്ള കുട്ടി ഒറ്റ ദിവസം കൊണ്ട് ഓന്റെ പെണ്ണുങ്ങളെ മൊഴി ചൊല്ലിയതോ? അതോ എന്റെ കള്ളുടിയോണ്ട് ഭാര്യ തലാക്ക് ആവശ്യപ്പെട്ടതല്ലേ? അത് വേഗം നടക്കും. പടച്ചോൻ പെണ്ണുങ്ങളെ ഭാഗത്താടോ. അവർക്ക് 5 നേരം പള്ളിയിൽ തന്നെ വന്ന് നിസ്കരിക്കേണ്ട ബാധ്യതയല്ല, കുടുംബത്തിന് അന്നം കൊടുക്കേണ്ട ഉത്തരവാദിത്വമല്ല. മാഷാ അല്ലാ, ഈ പെണ്ണുങ്ങളെ ഒരു ഭാഗ്യം. എന്താ പെണ്ണാകണോ? അല്ലെങ്കിലും മീസ മുളച്ചതുകൊണ്ട് ആണാവൂലല്ലോ. അല്ല, മീസ കട്ട് ചെയ്യുന്നത് സുന്നത്താണ് പറഞ്ഞതാ. എന്നാ പിന്നെ കാണാം ഇൻഷാ അല്ലാ. മാഷാ അല്ലാ.